पति ब्रह्मचारी। ഇത് രോഹന്റെ വീടാണല്ലോ. അച്ഛൻ എന്താ ഇവിടെ? നീ എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം ചിന്തിച്ചത്? എങ്ങനെയാ നീ എന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയത്? മനുഷ്യൻ സിംഹത്തിന്റെ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും, പക്ഷെ ഗുലാബ് സിംഗിന്റെ തടവറയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ ഫോൺ ഉപയോഗിച്ചല്ല നീ പോലീസിനെ വിളിക്കാൻ തുനിഞ്ഞത്. ഞങ്ങളോട് ക്ഷമിക്കണം ഗുലാബ് സാറേ, കുട്ടിയല്ലേ, അവനൊരു അബദ്ധം പറ്റിപ്പോയതാ, അവനോട് ക്ഷമിക്കൂ. പോലീസിന് പരാതിപ്പെടണം എന്നല്ലേ നിനക്കുള്ളൂ? ദാ പിടിച്ചോ, പോലീസുകാർ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞോ. ഗുലാബ് സിംഗ് നിയമങ്ങൾ സ്വയം ഉണ്ടാക്കുന്നവനാ, അത് തെറ്റിക്കുന്നവനെ ശിക്ഷിക്കുന്നതും ഗുലാബ് സിംഗ് തന്നെയായിരിക്കും. അയ്യോ വേണ്ട ഗുലാബ് സാറേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുക, നിങ്ങൾ പറയുന്നത് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ചെരുപ്പെടുത്ത് തലയെ വെച്ച് നാട് ചുറ്റണമെങ്കിൽ അതും ചെയ്യാം. പ്ലീസ് ദയവായി എന്റെ പോനെ ഒന്നും ചെയ്യല്ലേ. ഗുലാബ് സിംഗ് എല്ലാവർക്കും ഒരു അവസരം കൂടി നൽകാറുണ്ട്. ആ ഒരു അവസരം ഇവിടെ കഴിഞ്ഞിരിക്കുക. എന്റെ ഭഗവാൻ, നിന്റെ കൺമുന്നിലുള്ള മൂടുപടം മാറ്റുമ്പോഴുണ്ടല്ലോ, അന്ന് മുതൽ നിന്റെ അഹങ്കാരവും വിശ്വാസങ്ങളെല്ലാം തകരുന്നത് കാണാം. നിനക്കിപ്പോ സംഭവിക്കുന്നതൊക്കെ വളരെ ശരിയായ കാര്യം. ഇതൊക്കെ എന്താ അച്ഛാ? ഇതൊരു നാടകമാണെന്നെങ്കിലും പറയൂ. ഞാനെന്താ സ്വപ്നം കാണുവാണോ? അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്റെ കൂടെ കള്ളനും പോലീസ് കളിച്ച പോലെ ഒരു കളിയാണെന്നെങ്കിലും പറയൂ. കാരണം എന്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ആവാൻ വഴിയില്ല. ഒരിക്കലും ഇല്ല. ഒരിക്കലുമില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? അതാണല്ലോ ഞാനും ചോദിക്കുന്നേ. അച്ഛൻ എന്താ ഇവിടെ കാര്യം? അതുപോലെ ഇതെല്ലാം അച്ഛന്റെ മോളുടെ കല്യാണം മോളുടെ ഇഷ്ടത്തിന് നടത്താന്നല്ലേ പറഞ്ഞേ? എന്നിട്ടും പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനായിരുന്നു? കാരണം ഞാൻ ഗുലാബ് സിംഗ് ആണ്, ഒരു അച്ഛനാണ്. ഇന്ന് വരെ ഗുലാബ് സിംഗ് സ്വന്തം മക്കളുടെ തലയെഴുത്ത് സ്വന്തം കൈ കൊണ്ട് എഴുതിയിട്ടുള്ളൂ. ഇന്ന് വരെ ഗുലാബ് സിംഗിന്റെ അനുമതിയില്ലാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല. ഞാനാണ് നിന്റെ വിധി കർത്താവ്. ഞാൻ നീ വെറും ഒരു മകളല്ല, ഈ കൊടുത്താൽ ഓടുന്ന പാവ കൂടി. നിനക്ക് പറക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കീയം മുറുക്കേണ്ടത് ഞാനാണ്. നിന്റെ ചുവടുകൾ പോകേണ്ടത് ഞാൻ പോകുന്ന ഇടത്തേക്ക് മാത്രമാണ്. നീ ആ പുരുഷോത്തമൻ സാറിന്റെ മകനെ കിട്ടുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും അതിനെ തടയാൻ സാധിക്കില്ല. അല്ലാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടത് ഒരു പുല്ല് വില പോലും ഇല്ലാത്ത ഈ ചെറുക്കനല്ല, പുരുഷോത്തമൻ സാറിന്റെ മകനാണ്. അങ്ങനെ നീ അവന്റെ ഭാര്യയായിട്ട് ജീവിച്ചേ തീരൂ. അച്ഛാ, ഞാൻ നിങ്ങൾ ഈശ്വരനാണെന്നാ കരുതിയിരുന്നേ. പക്ഷെ നീ ഈശ്വരനായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഈശ്വരന്റെ തീരുമാനം നീ അംഗീകരിക്കണം.
ഭഗവാൻ ഭക്തരുടെ സന്തോഷം ഒരിക്കലും തട്ടിക്കളയാറില്ല. മോളെ, നീ സന്തോഷമെന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ സന്തോഷമല്ല, ഏറ്റവും വലിയ നാശമാണ്. നിന്റെ സന്തോഷം എന്തിലാണെന്ന് എനിക്ക് അറിയൂ. നിനക്കും നമ്മുടെ കുടുംബത്തിനും നല്ലത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതും ഈ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ മക്കൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഈ കല്യാണം എന്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള എന്റെ ആദ്യത്തെ ചുവടായിരിക്കും. ശരിയാണ്, ശരിയാണ്, ഞാൻ നിന്നെ പറ്റിച്ചത് തന്നെയാണ്. അസുഖമായിട്ട് അഭിനയിച്ചു നിന്റെ തുടർന്നുള്ള പഠിത്തത്തെ ഞാൻ തടഞ്ഞു, കുറെ കള്ളക്കണ്ണീരൊഴുക്കി. ഞാൻ അച്ഛനൊരു സർപ്രൈസ് തരാൻ ആഗ്രഹിച്ചിരുന്നേ. IAS ആവാനാ വിചാരിച്ചേ. കള്ളത്തരം എത്ര വലിയ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നതായിരിക്കും. ഞാൻ ഇവനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിന്റെ മുന്നിലേക്ക് അയച്ചത് നീ തന്നെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കല്യാണത്തിന് സമ്മതം മൂളാൻ വേണ്ടിയാ. അങ്ങനെ ഓടിപ്പോയ ഒരു സ്ത്രീയുടെ മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ എങ്ങനെ വിശ്വസിക്കും? എന്നും എന്റെ കൂടെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാം. എങ്കിൽ നീ ഒരു തീരുമാനം എടുക്കേണ്ടി വരും മോളെ. എന്ത് തീരുമാനം അച്ഛ? എന്റെ ഒരു പൊളിറ്റീഷ്യൻ ഫ്രണ്ടിന്റെ മകനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. മോളെ, ഇന്ന് വരെ നീ ജീവിച്ച ഈ ജീവിതം ഉണ്ടല്ലോ, അതിലെ ഓരോ താളുകളും ഈ ഗുലാബ് സിംഗ് എഴുതി ചേർത്തതാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എന്താണ് ചെയ്യാതിരുന്നിട്ടുള്ളത്? ശിക്ഷ കിട്ടിയത് സ്വന്തം അച്ഛന്റെ കൈകൊണ്ട് തന്നെയാ. എന്തൊരു മുടിഞ്ഞ തന്ത്രം അയാൾ പയറ്റിയത്. അതുകൊണ്ടല്ലേ നീ ഇഷ്ടപ്പെട്ട പയ്യൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറായത്. ഇനി നീ നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ച് ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ വളർത്തു നായെ പോലെ അവരുടെ കാലിനടിയിൽ കിടന്നോ. നിന്റെ അഹങ്കാരം തീരും. അതെ, നീ ഞാൻ അങ്ങനെയായിരുന്നു നിന്നെ പറ്റിച്ചതാ. ദ്രോഹിച്ചത്. നിന്റെ ഈ തകർച്ച വീട്ടിലെ ഞാൻ കാര്യങ്ങൾ കണ്ണു ഞാൻ കാണും. തീരുമാനിക്കും. അസുഖം നിന്റെ വിവാഹം ഞാൻ തീരുമാനിക്കുന്ന ആളുമായിട്ട് മാത്രമായി പയറ്റിയത്. ഈ പയ്യനെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും നിന്റെ മുന്നിലേക്ക് അയച്ചത് ഞാൻ തന്നെയാ. കാരണം ഞാൻ ഗുലാബ് സിംഗ് ആണ്, ഗുലാബ് സിംഗ്. മതി, മതി. ഈശ, അമ്മേ, അമ്മ ചെയ്തത് ഒരു കണക്കിന് നന്നായി. ആ തലതെറിച്ച പെണ്ണിനോട് അമ്മ സത്യം തുറന്നു പറഞ്ഞില്ലേ? ഇനിയിപ്പൊ അവളൊരു പാഠം പഠിച്ചോളും. സ്വയം വലിയ മഹാറാണിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്? മഹാറാണി ഇനി വീട്ടുവേലക്കാരി ആവുമ്പോഴുണ്ടല്ലോ മനസ്സിലാക്കിക്കോളൂ അവള്. അഹങ്കാരത്തിന് പുറത്ത് മറ്റുള്ളവരുടെ പണി തെറിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുന്നെന്ന് അറിയട്ടെ. റിയ, നീ എന്തൊക്കെയാ പറയുന്നേ? ഒരു പെണ്ണായിരുന്നിട്ട് മറ്റൊരു പെണ്ണിന്റെ ഭാവിയെ കുറിച്ചാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ പാവം അതിന്റെ ജീവിതം ആകെ നാശമായിരിക്കുക. അതിന്റെ കൂടെ നീയും കൂടെ അവളെ ശപിച്ചോണ്ടിരിക്കുക. നിനക്കെന്താ അവളോട് ഇത്ര താല്പര്യം? നീ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഗുലാബ് സിംഗ് എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞ, നമ്മളാ ഇത് ചെയ്തെന്നെങ്ങനെ മനസ്സിലാക്കിയ, പിന്നെ അയാൾ ഇവിടെ എന്തൊക്കെ പുകില ഉണ്ടാക്കിയെന്നറിയില്ല. സ്വന്തം മോളോട് തന്നെ ഇത്രയൊക്കെ ചെയ്യാൻ മനസ്സുള്ള വ്യക്തി നമ്മുടെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ല. സാറ് പറയൂ സാർ. എന്താ ഇഷ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നോ? ശരി സാർ, ഞാനിപ്പോ വരാം. ഇതൊക്കെ ഇഷയോട് പോയി പറയാൻ വേണ്ടിയാണോ ഞാൻ അമ്മയോട് ഇതൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞു തന്നത്? ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ വലിച്ചങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, അയാൾ നമ്മളൊന്നും വെറുതെ വിടില്ല. സൂരജ്, മോനെ സൂരജ്. അമ്മേ, അമ്മ നിക്ക്. സൂരജ് നിക്ക്, അമ്മ നിക്ക്. മോനെ സൂരജ്, അമ്മേ ഇങ്ങോട്ട് പോ. സൂരജ്. അമ്മേ, വല്യമ്മേ, അമ്മേ, അമ്മേ. എന്റെ ഭഗവാനെ, അയ്യോ അമ്മേ, അമ്മേ, എന്താ പറ്റിയോ? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അയ്യോ.
ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. വല്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവമല്ലേ വല്യമ്മയുടെ കൂടെ ഉള്ളത്. അമ്മായിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർമാരെന്തു പറഞ്ഞു? അവര് നോക്കുന്നുണ്ട്. ചെറിയച്ച, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അമ്മായിക്കൊന്നും പറ്റില്ല. ഡോക്ടർ, വല്യമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവരുടെ കാല് നേരത്തെ തന്നെ അല്പം വീക്കായിരുന്നു. ഇപ്പൊ വീഴുകയും കൂടി ചെയ്തപ്പോ കാല് കുറച്ചുകൂടി ഡാമേജ് ആയി. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കാൽമുട്ട് മാറ്റിവെക്കാനോ? പക്ഷെ അതിന് ഒരുപാട് ചെലവാവുമല്ലോ. ഇത്രയും പണം നമ്മുടെ കയ്യില്. രാമ 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 രാമ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നാവോ? ഇന്ന് കല്യാണമാണെന്ന് അവൾക്ക് അറിയില്ലേ? എന്നിട്ടും വീട്ടിലിരിക്കാതെ അവൾ അമ്മയെ പോലെ തന്നെ വേലി ചാടി പോയിരിക്കും അവള്. അല്ല, നീയൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ എങ്ങനെ? ഗുലാബിനെ വിളിക്കേ. മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കാതെ, അവള് വന്നോളൂ. ഇഷ ഇഷ ഇഷ, നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. ഡോക്ടർ, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ എങ്ങനെയെങ്കിലും ചെയ്തോളാം. നിങ്ങൾ ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കൂ. ഡോക്ടർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം. ഇനിയിപ്പോ ചേട്ടത്തിയുടെ ആരോഗ്യത്തിന് വേണ്ടി എനിക്ക് എന്റെ വീട് വിൽക്കേണ്ടി വന്നാലും ഞാനത് തയ്യാറാണ്. ഞാനത് ചെയ്യും. ഇനിയിപ്പോ വേണമെങ്കിൽ വീടിന്റെ ഡോക്യുമെന്റ്സ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഞാൻ അത് വേണമെങ്കിലും ചെയ്യാം. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യും. നോക്കൂ, നിങ്ങളുടെ വിഷമം എത്രയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് കാശടയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങാം. എക്സ്ക്യൂസ് മീ. ഇഷ 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 ഇവൾക്ക് എന്താ പറ്റിയേ? എനിക്കും എന്റെ ഡൽഹിക്കുമുള്ള ടിക്കറ്റിനിടയിൽ കയറി വരാൻ ശ്രമിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ബോധം വന്നോളൂ. എന്നാലും ഇങ്ങനൊരവസ്ഥയില് മണ്ഡപത്തിൽ എങ്ങനെ ഇരുത്താ? ബോധം വന്നാൽ അങ്ങനെ. ഇനി അഥവാ വന്നില്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെ അവിടെ കൊണ്ടിരുത്താം. പക്ഷെ കല്യാണം ഇന്ന് തന്നെ നടന്നിരിക്കണം. പിന്നെ അവളെ നന്നായിട്ടൊന്ന് ഒരുക്കി നിർത്ത്. എന്താ എന്റെ മോൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ? ഇവളെ കല്യാണ പെണ്ണാക്കി ഒരുക്കിക്കുമെന്ന്. പിന്നെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ആരെങ്കിലും ഇന്ന് നടക്കുന്ന കാര്യത്തിൽ എന്റെ തീരുമാനത്തെ മറികടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാനങ്ങ് മറക്കും. കാൽമുട്ട് മാറ്റിവെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് കാശടയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ തുടങ്ങാം. പതുക്കെ ഇവിടെ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. പിന്നെയും വേദന തുടങ്ങിയോ വല്യമ്മേ? ഓ, അങ്ങനെയൊന്നുമില്ല മോനെ. അതെന്താന്ന് വെച്ചാ പഴയ വേദനയായാലും ശരി, നമ്മുടെ ശത്രു ആയാലും മരണം വരെ നമ്മളെ വിട്ട് പോവില്ല അത്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. വല്യമ്മ സമയത്ത് മരുന്ന് കഴിച്ചാൽ മാത്രം മതി. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, വല്യമ്മ ഇപ്പൊ ചെയ്യുന്ന ജോലിയില്ലേ, അതങ്ങ് ഉപേക്ഷിച്ചാൽ എന്താ? ഇപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ ഇല്ലേ? ഓ, അതൊന്നും സാരമില്ല മോനെ. ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? പിന്നെ നീ നോക്കിക്കോ, ഇനിയിപ്പൊ എന്റെ ജീവൻ പോവുകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴേ പോവും. എന്താ ഇത് വല്യമ്മേ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ. ഞാൻ വല്യമ്മയ്ക്ക് വല്യമ്മയുടെ കാലിലും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായോ? എനിക്കറിയാം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും അതുപോലെ നിന്നിലും പൂർണ്ണ വിശ്വാസമുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ ഉടനെ അറേഞ്ച് ചെയ്തേ പറ്റൂ.
സൂരജ്, സൂരജ്, നിക്ക്. സൂരജ്, സൂരജ്. ഇഷ, ഇഷ, അമ്മേ, ഈശ, ഈശ, ഒന്ന് കണ്ണു തുറക്ക്. എഴുന്നേക്ക് ഈശ. ഈശ. ഈ വീടിന്റെ മരുമകളും അവളുടെ ചേട്ടത്തിയായ നിനക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കേ, എന്നിട്ട് ഒരുക്ക്. ഇവളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ മണവാട്ടിയായിരിക്കണം. മുത്തശ്ശി, മിണ്ടരുത്. പറഞ്ഞ കാര്യം ചെയ്താ മതി. തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? പെട്ടെന്നാവട്ടെ. അക്കൗണ്ടിലാണെങ്കിൽ ആകെ 3 ലക്ഷമേ ഉള്ളൂ. ബാക്കി 7 ലക്ഷം രൂപ ഇനി എവിടെ നിന്നുണ്ടാക്കും? വിദ്യ, എനിക്കിപ്പോ ഇതൊന്നും വേണ്ട. നീ ഇവിടുന്ന് പോയേ. അല്ല, എന്താ ഇത്? നിനക്ക് പൈസക്ക് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. ഇത് വിറ്റിട്ട് കാര്യങ്ങൾ നടത്തിക്കോ. എന്താ? വേണ്ട, ഞാനിപ്പോ അത്ര ഗതികേടിലായിട്ടില്ല. പിന്നെ നിന്റെ ആഭരണങ്ങൾ വാങ്ങി വിൽക്കാൻ മാത്രം ഞാൻ അത്രത്തോളം അതപ്പതിച്ചൊന്ന് കരുതണ്ട. അപ്പൊ നീ എന്നെ അന്യായിട്ടല്ലേ കാണുന്നത്? നിനക്ക് എന്റെ ആഭരണങ്ങൾ വാങ്ങാൻ പറ്റില്ല, പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റുമല്ലേ? വിദ്യ, ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്റെ തലയ്ക്ക് മുകളിൽ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. ആ അനുഗ്രഹം എന്റെ തലയ്ക്ക് മുകളിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ആരുടെ മുന്നിലും പൈസയ്ക്ക് പോയി നിൽക്കേണ്ട ഒരാവശ്യവും വരില്ല. മനസ്സിലായോ? നീ ടെൻഷൻ ആവണ്ട, പൈസയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായിക്കോളും. നീ ഈ ആഭരണങ്ങളൊക്കെ നിന്റെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കും. കേട്ടല്ലോ? സൂരജ്, അത് പറയുന്ന ഒന്ന് കേക്ക്. നീ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഞാനിത് കല്യാണത്തിന് എന്തായാലും ഇട്ടോളാം. നിന്റെ മണവാട്ടിയാകുന്ന ആ ദിവസം. നിന്നെ ഞാൻ ഭംഗിയായി അലങ്കരിക്കും. എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരുക്കും, വിവാഹ വസ്ത്രം അണിയിക്കും. പക്ഷെ എങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ചിന്തിച്ചതേ അല്ല. നീ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഈ മുഖത്തിപ്പോ ഒരു പുഞ്ചിരിയുടെ കുറവേ ഉള്ളൂ. എങ്കിലേ ഈ അലങ്കാരം പൂർണ്ണമാവും. പുരുഷോത്തമൻ സാറേ, ഈ കല്യാണം കുറച്ച് ധൃതിയിൽ നടത്തുന്നത് കൊണ്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഈ ഗുലാബ് സിംഗ് പാൻ മസാല കിങ്ങിന്റെ മകളുടെ കല്യാണമൊക്കെ ഈ നാട് മുഴുവൻ അറിയേണ്ടതല്ലേ? അത് സാരമില്ല ഗുലാബ് സിംഗ്. 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ മരുമകൻ വിദേശത്ത് നിന്ന് തിരിച്ചു വരും. അന്ന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നുകൂടി നടത്തിക്കോ. അപ്പോഴേക്കും നിങ്ങൾ മന്ത്രിയുമായി കാണും. ഇതോടെ ബന്ധം വീടുകളുമായി മാത്രമല്ല പാർട്ടികളുമായിട്ടും ആയല്ലോ. ഇതാ ടിക്കറ്റ്. രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന് അഭിനന്ദനങ്ങൾ. ആഹാ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് പറയാനാ പുരുഷോത്തമൻ സാറേ. അപ്പോ നിങ്ങൾ എല്ലാവരും ഇരിക്കുക. ആയിക്കോട്ടെ, ഞാനിപ്പോ വരാം. വന്നേ. രാമ 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 രാമ. എന്റെ മോനെ ആരും കണ്ണുവെക്കാതിരിക്കട്ടെ. പാർട്ടി ടിക്കറ്റ് കിട്ടി, കണ്ടോമേ? അങ്ങനെ അടിവെച്ച് മുന്നോട്ട് പോയി എന്നും എന്റെ മോൻ സന്തോഷമായിട്ടിരിക്കേ. അമ്മേ, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ? ഉണ്ട് മോനെ. അവളെ ഒരുക്കി കഴിഞ്ഞു. ഇനിയിപ്പോ അധിക സമയമൊന്നുമില്ലല്ലോ. പയ്യൻ വീട്ടുകാരുടെ എല്ലാ ബന്ധുക്കളും എത്തിക്കഴിഞ്ഞു.
ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഈ കല്യാണം എന്ത് വില കൊടുത്തിട്ടായാലും നടന്നേ മതിയാവും. മനസ്സിലായല്ലോ? അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഞാൻ അവരുടെ കാര്യം നോക്കാം. ശരി മോനെ. അതാ കല്യാണ പെണ്ണ് വന്നു. ഹായ്, എന്ത് ഭംഗിയുള്ള ലഹങ്കയാ. അത് അവൾക്കത് നന്നായിട്ട് ചേരുന്നു. മണവാട്ടി അതിസുന്ദരിയാന്നാ കേട്ടത്. ചെക്കന്റെ ഭാഗ്യാണെന്നാ തോന്നുന്നത്. എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ മരുമോള് മണവാട്ടിയുടെ രൂപത്തിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണ്ടേ? ഇവരെങ്ങാനും ഈ അവസ്ഥയിൽ ഇവിടെ കണ്ട ഞാൻ ഇതുവരെ കളിച്ച കളികളെല്ലാം പൊളിയും. അപ്പൊ പെങ്ങളെ ഒരു മിനിറ്റ്. ഞങ്ങളുടെ നാട്ടില് വലം വയ്ക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ മുഖം കാണിക്കാറില്ല. വലം വയ്പൊന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഇഷ്ടം പോലെ മരുമകളുടെ മുഖം കാണാലോ. കൊണ്ടുവയ്ക്കോ. ഈ കല്യാണം എന്നെ സംബന്ധിച്ച് രാജയോഗത്തിലേക്കുള്ള പടവുകളാണ്. ആ പടവുകൾ കയറി വേണം എനിക്ക് രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിലെത്താൻ. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് ഇഷയുടെ കല്യാണം നടന്നേ തീരൂ. നിങ്ങൾ 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. സാറിവിടെ ഈശയെ രക്ഷിക്കാൻ ഒന്നുകൂടെ ശ്രമിക്കുക വേണ്ടത്. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? ചിലപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് സഹോദരിക്ക് വേണ്ടി അറിഞ്ഞാലോ?
ഗുലാബ് സിംഗ് നിയമങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാറാ പതിവ്. അത് പാലിക്കാത്തവന് ശിക്ഷയും സ്വന്തമായിട്ട് കൊടുക്കാറാ പതിവ്. നീ എന്റെ മോളല്ല, പക്ഷേ ഞാൻ തീ കൊടുക്കുന്ന ഒരു പാവയാണ്. ഞാൻ കൊടുക്കുന്ന തീക്കനുസരിച്ച് മാത്രം നീങ്ങാൻ കഴിവുള്ള ഒരു പാവ. നിന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് ഒന്നിനും കൊള്ളാത്ത ഈ ചെറുക്കനല്ല, പുരുഷോത്തമൻ സാറിന്റെ മകനാണ്. അതുകൊണ്ട് നീ അവന്റെ ഭാര്യയായി തന്നെ ഇരിക്കണം, ഇരുന്നേ തീരൂ. അതെ, ഞാൻ നിന്നെ ചതിക്കായിരുന്നു. അവനെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രത്യേകിച്ച് നാടകമൊന്നും കളിക്കാതെ നീ തന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന പോലെ ചെയ്തതാ. മോളെ, എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ വരുന്ന ഒരു ദിവസം തന്നെ ഇത്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആകണ്ട, എല്ലാം നന്നായി തന്നെ വരും. നീ തൽക്കാലം വീട്ടിൽ നിന്നും പോകുന്നല്ലേ ഉള്ളൂ, ഞങ്ങളുടെ മനസ്സിൽ നിന്നും പോകില്ലല്ലോ, അല്ലേ? നോക്ക്, ഇവിടെ വേഷം കെട്ടെടുത്താണ്ടല്ലോ, ഇവിടെ നടക്കുന്നതിനോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ ആര് എന്തൊക്കെ പറയുന്നോ അത് പുഞ്ചിരിയോടുകൂടി അനുസരിക്കാൻ നോക്കിക്കോ. അതായിരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത്, മനസ്സിലായോ? ചെല്ല് ചെല്ലു മോളെ, ധൈര്യമായിട്ട് ചെല്ല്. വരൂ, നടക്കൂ. ആ ആ അങ്ങനെ വരൂ. ഇരിക്കും മോളെ, ഇരിക്കുക. എല്ലാം നന്നായിട്ട് നടക്കും. സർ, എൻ്റെ വല്യമ്മയുടെ കാലിൻ്റെ ഒരു ഓപ്പറേഷന് ശിക്ഷ കിട്ടിയതും കിട്ടി, അത് സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ. എന്തൊരു കുറുക്കന്റെ ബുദ്ധി അയാൾ കാണിച്ചത്. നിന്നെ സ്നേഹിച്ചിരുന്ന ചെറുക്കൻ അവൻ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? ഇനിയോ നിന്റെ അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് കല്യാണം കഴിച്ച് ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ അടിമയെ പോലെ കഴിയാനാ നിന്റെ വിധി. മോളെ, കൈ നീട്ട് മോളെ. ഞാനാ നിന്റെ വിധി നിർണയിക്കുന്നത്, ഈ ഞാൻ. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എന്താ ഈ പറയുന്നേ? മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഈ കല്യാണത്തിന് ഒരുക്കമല്ല, കാരണം എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് എല്ലാം മാപ്പ് പറയാ. എനിക്ക് നിങ്ങൾ ആരെയും ചതിക്കാൻ വയ്യ. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് എല്ലാവരും ഇവിടെ നിന്ന് പോയി തരണം.
ഇത് കൊള്ളാലോ. നിറം വെളുത്തതാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാണല്ലോ. എന്തായാലും നിന്റെ ഈ സ്വഭാവം കല്യാണത്തിന് ശേഷം കാണിക്കാതെ മുമ്പേ കാണിച്ച നന്നായി. പിന്നെ നിങ്ങളോട് കൊച്ചുമൾക്ക് ഇത്ര നീളമുള്ള നാവ് കൊടുത്തു, അതിനോടൊപ്പം സംസ്കാരവും കൊടുക്കാമായിരുന്നു. നോക്കൂ, അവള് കൊച്ചു കുട്ടിയാ. നമുക്കൊന്നിരുന്ന് സംസാരിച്ചൂടെ? വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത് മരുമകളെയാ, ചലിക്കുന്ന പാവയല്ല. മറ്റൊന്നും വിചാരിക്കരുത്. കൊള്ളാം ഗുലാബ് സിംഗ് സാറേ, കൊള്ളാം. ഞങ്ങളുടെ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ആ കൊച്ചു വാ തുറന്നത്. അല്ലെങ്കിലേ ഞങ്ങൾക്ക് തല പുറത്തിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാരും വന്നേ, ഇനി ഈ കല്യാണം നടക്കില്ല. വരൂ. നോക്കൂ പുരുഷോത്തമൻ സാറേ, ഞാനത് പറഞ്ഞോട്ടെ. ഒരു രാഷ്ട്രീയ നേതാവായി വാഴാമെന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഉണ്ടല്ലോ, അതങ്ങ് വാങ്ങിവെച്ചേ. ഇനി ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ കണ്ണു മുന്നിൽ പോലും കണ്ടുപോരുത്. കണ്ടാൽ അത് തന്റെ നാശത്തിനായിരിക്കും. നടക്ക്. അങ്ങനെ ഒടുവിൽ നിന്റെ അമ്മയുടെ വൃത്തികെട്ട ചോര ആ സ്വഭാവം കാണിക്കുന്നു ചെയ്തു അല്ലേ? എല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ? നീയൊക്കെ എന്തിനാ? അമ്മേ, അച്ഛാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ണു തോന്നും. എന്റെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഒരു നല്ല അച്ഛനാണെന്ന്. എന്നിട്ട് എന്തിനാ അച്ഛാ രോഹൻ എന്നിൽ നിന്ന് അകറ്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛാ, ദയവായി രോഹനെ വിട്ടേക്കൂ. എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല. അച്ഛാ പ്ലീസ്, പ്ലീസ് അച്ഛാ. ഇനി നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടറിഞ്ഞു. അത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിന്റെ വിവാഹം വളരെ നല്ലൊരു കുടുംബത്തിൽ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും. നീ കണ്ടോ, ഞാനാണ് ഇവിടെ എല്ലാവരുടെയും വിധി നിർണ്ണയിക്കുന്നത്. കാരണം ഞാനാ നിങ്ങളുടെ എല്ലാവരുടെയും വിധികർത്താവ്. നോക്കുമോളെ, ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാലി വീഴുന്ന മാപ്പ് ചോദിക്കാം. എന്താ? വാ വാ. ഇല്ല അച്ഛാ, ദയവായി ഇതൊന്ന് നിർത്താവോ പ്ലീസ്. നിങ്ങൾ എന്റെ അച്ഛനാണ്, ബ്രഹ്മാവല്ല. അച്ഛന്റെ ഈ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, അമ്മയുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യമുണ്ടോ അതേപോലെ ഞാൻ ഈ പറയുന്ന വാക്കിലും സത്യം ഉണ്ടാവും. എന്റെ മോൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കില്ല. പറഞ്ഞോ. ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നോക്കട്ടെ. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം. നീ ടെൻഷൻ ആവണ്ട. ഓക്കെ. ഇവിടെ ഓൾറെഡി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ സാറിനോട് ക്യാഷ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? സാർ, അത് നിനക്ക് ആവശ്യം പണമല്ലേ? പറ, നിനക്ക് ആവശ്യം പണമല്ലേ? അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ച്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടതായി വരും.
അതും ഇപ്പോൾ ഈ നിമിഷം. സർ സർ അത് അനുരാഗ് എങ്ങനെയെങ്കിലും അച്ഛനെ തടയാൻ നോക്കൂ പ്ലീസ്. അച്ഛാ നിങ്ങൾ എന്തായി പറയുന്നത്? ഇഷയും ഇവൻ നീ എന്നെ നിന്റെ വിധികർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ അഭിമാനം കൊണ്ടല്ലേ നീ കളിച്ചത്. എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. നിനക്കത് അനുസരിക്കാതെ വഴിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ വിധി നിർണ്ണയിക്കുന്നത് ഞാനാ. ഈ ഞാൻ ഇല്ല, അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല അച്ഛാ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛാ 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 അച്ഛാ, അച്ഛാ, അച്ഛന് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛാ, മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. തിരുമേനി, ആ പുടവയും എടുത്തേ. അരുത് അരുത്. അച്ഛാ, അച്ഛാ വേണ്ട, ഇങ്ങനൊന്നും ചെയ്യരുത്. അച്ഛാ, ഞാൻ പറയുന്നു കേൾക്ക്. അച്ഛാ പ്ലീസ്, എന്തായി കാണിക്കുന്നേ? എടാ സൂരജ്, ഇതിന്റെ ഒരു അറ്റം കെട്ടിക്കോ. സമയം അധികമില്ല. ഇല്ല ഇല്ല, സൂരജ് ഇത് തെറ്റാണ്. സൂരജ് എന്നോട് നീ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സൂരജ് ദയവായി ഇതിൽ നിന്ന് പിന്മാറും. അവരുടെ കാല് നേരത്തെ തന്നെ അല്പം വീക്കായിരുന്നു. ഇപ്പൊ വീഴുകയും കൂടി ചെയ്തപ്പോ കാല് കുറച്ചുകൂടി ഡാമേജ് ആയി. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും പെട്ടെന്ന് തന്നെ. അതിപ്പോ തന്നെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും തയ്യാറാക്കേണ്ടി വരും. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. എനിക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും പിന്നെ നിന്നിലും പൂർണ്ണ വിശ്വാസം. ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. കാൽമുട്ട് മാറ്റി വെക്കേണ്ടി വരും, അതും എത്രയും എനിക്കറിയാം. പെട്ടെന്ന് തന്നെ. അതിപ്പോ എനിക്ക് തന്നെ എന്റെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭഗവാനിലും ജീവിതകാലം മുഴുവൻ എഴുന്നേറ്റ് നടക്കാൻ അതുപോലെ പറ്റില്ല. നിങ്ങൾ നിന്നിലും എത്രയും പെട്ടെന്ന് 10 ലക്ഷം രൂപയെങ്കിലും പൂർണ്ണ തയ്യാറാക്കേണ്ടി വരും. വിശ്വാസമുണ്ട്. എന്നാലേ എനിക്ക് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ കാശടയ്ക്കാതെ എനിക്ക് മറ്റൊരുക്കങ്ങളൊന്നും ചെയ്യാൻ ഞാൻ കഴിയില്ല. നിങ്ങൾക്ക് വാക്ക് തരാം. ഇന്നിതാ ഈ നിമിഷം മുതൽ ഞാൻ എല്ലാ തരത്തിലുള്ള ഒരു ബ്രഹ്മജീവിതം നയിക്കുന്നതായിരിക്കും. സൂരജ്, നീ അവിടെ നിന്ന് എന്താ ആലോചിക്കുന്നേ? നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നവനല്ലേ? സർ എന്നല്ലേ നീ എന്നെ വിളിക്കുന്നേ? അപ്പോൾ നീ എന്റെ ഈ തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. ഇങ്ങോട്ട് കയറി വാ. സൂരജ്, വരാനാ പറഞ്ഞത്. ഞാൻ വല്യമ്മയ്ക്കും വല്യമ്മയുടെ കാലിനും ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായോ? സൂരജ്, ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? എനിക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭഗവാനിലും അതുപോലെ നിന്നിലും പൂർണ്ണ വിശ്വാസമുണ്ട്. നോക്ക് സൂരജ്, സൂരജ് നീ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യരുത്. നിർത്ത. ഞാൻ നിന്റെ തലയിൽ വെക്കുന്നത് ഈ ബ്രഹ്മചാരിയായ ഗുണ്ടയാണ്. ഇന്നു മുതൽ ദിവസവും നീ ഒരു കാര്യം ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു. സ്വന്തം അച്ഛനെതിരെ പ്രവർത്തിച്ചത് തെറ്റായെന്നുള്ള കാര്യം. ഇനി മുതൽ ദിവസവും ശ്വാസം മുട്ടിയായിരിക്കും നീ ജീവിക്കുന്നത്. ആ തലയിലെടുത്ത് നിനക്ക് മാറ്റാൻ കഴിവുണ്ടെങ്കിൽ മാറ്റി കാണിക്കുന്നീ. ഞാനൊന്ന് കാണട്ടെ. തലയിലെടുത്ത് മാറ്റാൻ മാത്രം എന്റെ മോൾക്ക് ശക്തി ഉണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. കഴിയൂ നിനക്ക്?
ആദ്യത്തെ വാക്ക്. ഇന്നു മുതൽ നിങ്ങൾ എല്ലാ നല്ലതും ശുദ്ധവുമായ കാര്യങ്ങളിൽ എന്നെ കൂടെ കൂട്ടുമെന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒരുമിച്ചായിരിക്കും സഹിക്കുന്നത്. രണ്ടാമത്തെ വാക്ക്. നമ്മൾ പരസ്പരം നമ്മളോടും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറും. നിങ്ങൾ എനിക്ക് എപ്പോഴും സ്നേഹവും ബഹുമാനവും മാന്യതയും നൽകും. മുത്തശ്ശി മുത്തശ്ശി ഇത് കാണുന്നില്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത് കാണുന്നില്ലേ? മുത്തശ്ശി എന്താ മിണ്ടാതിരിക്കുന്നത്? മുത്തശ്ശി ഇവരൊന്ന് തടയാൻ നോക്ക്. അവൾക്കൊക്കെ ഇത് തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്കൊക്കെ വിഷയോട് ഇത്രമാത്രം വെറുപ്പുണ്ടെങ്കിൽ എന്തിനാ അവളെ എങ്ങനെ ശിക്ഷിക്കുന്നത്? കുറച്ച് വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞൂടെ? ശർക്കര കൊണ്ട് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിഷം എന്തിനാ കൊടുക്കുന്നേ? മൂന്നാമത്തെ വാക്ക്. നിങ്ങൾ എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കും. എന്നെ ഒരിക്കലും ഏതൊരവസ്ഥയിലും തനിച്ചാക്കില്ല. ഞാൻ എപ്പോഴും നിങ്ങളെ നന്മയും ശുദ്ധിയുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും. നാലാമത്തെ വാക്ക്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടെയായിരിക്കും നിറവേറ്റുന്നത്. അങ്ങനെ ഒരിക്കലും ആർക്കും ഒന്നിനും ഒരു കുറവുമില്ലാത്ത രീതിയിലായിരിക്കും നോക്കുന്നത്. ഞാൻ നിങ്ങളുടെ സന്തോഷങ്ങളിലും അതുപോലെ എല്ലാ ദുഃഖങ്ങളിലും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അവസാനത്തെ വാക്ക്. നമ്മൾ പരസ്പരമുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒരിക്കലും ദുർബലമാകാൻ അനുവദിക്കില്ല. നിങ്ങൾ എപ്പോഴും ആജീവനാന്തം എൻ്റേത് മാത്രമായിരിക്കും. ഞാനും ജീവിതകാലം മുഴുവൻ നിങ്ങളുടേത് മാത്രമായിരിക്കും. അപ്പോ ഈ ചടങ്ങ് പൂർണ്ണമായിരിക്കണോ? ഇതോടെ വലം വെക്കല് തീർന്നു. ഇന്നു മുതൽ നീ എന്റെ ഭർത്താവായി കഴിഞ്ഞു. ഇതോടെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിരിക്കണോ?